ഈ ചിട്ടയോടുള്ള ഒരു ജീവിതം ബിസിനസിന്റെ ഒരു സക്സസിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അത് തീർച്ചയായിട്ടും മതി. എന്നാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരം ആൾക്കാരുണ്ടാവും ബിസിനസ്സിൽ. ഒന്ന് മാക്സിമം പോസിബിൾ സത്യസന്ധമായിട്ടുള്ള, ഞാനൊക്കെ എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അമിതമായിട്ടുള്ള ഒരാർത്തി ഇല്ലാതെ ബിസിനസ് നടത്തുക, അമിതമായിട്ടുള്ള ഒരു ഇതില്ല, സത്യസന്ധം. സാറ് സംസാരിച്ച് വന്നിരുന്ന സമയത്ത് സാറിന് ആദ്യമായി കിട്ടുന്ന ഒരു കമ്മീഷൻ അധ്വാനിച്ച് തന്നെ എനിക്ക് ഉണ്ടാക്കണം, അതിനെനിക്ക് വേണ്ട എന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ആ മനസ്സ്, അവിടെ നിന്ന് തന്നെ സാറിന്റെ സത്യസന്ധത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് സ്ഥായിയായിട്ട് നിൽക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിപ്പോഴും എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. നമുക്കൊക്കെ ഇപ്പം ഇന്നുള്ളതിനെ കഴിഞ്ഞ് ഒരു പക്ഷേ 100 ഇരട്ടി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതിനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്നിലും നമ്മൾ പോയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഈ ഖുറാൻ പഠനമൊക്കെ നമ്മൾ അല്ലാതെ വായിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അളവിൽ വേലകൾ കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. ഇവിടുത്തെ അറബികൾ സത്യസന്ധമായി ബിസിനസ് ചെയ്യുക എന്നുള്ളത് അതൊരു പ്രധാന കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിൽ പലരും പറയും, ഇപ്പം ഒരു കേബിളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു സൈറ്റിലൊക്കെ 1000 മീറ്റർ, 1000 വേണ്ട 900 ആയാലും മതി, 1000 മില്യണോ എന്ന് പറയും. അപ്പം അതിൽ നമുക്ക് പപ്പാതി എടുക്കാം. നമ്മളൊരിക്കലും അതിന് അനുവദിക്കത്തില്ല, കാരണം അങ്ങനെ ചെയ്യത്തുമില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ ഇത് പെട്ടെന്നൊന്നും ഒരാൾക്ക് ഇൻബോൺ ആണ്. ശരിക്കും സാറിൻ്റെ മാതാപിതാക്കൾ സാറിന് ഡയറക്ഷൻ തന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ കൾച്ചർ, അവർ പഠിപ്പിച്ച ജീവിതശൈലി, സാറ് പറഞ്ഞത് കാരണം വെച്ചാൽ അതാണ് ഒരുപക്ഷെ ഇതൊക്കെ ഇതാവാം. മാതാപിതാക്കളുടെ അമ്മയൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കള്ളം പറയോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അനുവദിക്കത്തില്ല. പിതാവ് കോൺട്രാക്റ്റും അതൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ് രംഗത്ത് സാറ് തന്നെയാണ്. ഇന്ന് പ്രവാസി മലയാളികൾ ഒരുപാട് പേര് അവശത അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ലീഗലായിട്ട് അവർ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് കഴിയുന്നത്. എങ്ങനെയാണ് സാർ അവരെ സഹായിക്കാൻ നമുക്ക് എങ്ങനെ സാധിച്ചിട്ടുണ്ട്? നമ്മൾ കഴിവതും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സഹായം ചെയ്യാവുന്നവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരിക്കും സാർ ഇവിടുത്തെ റൂളറുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് സാർ. അവരുമായിട്ടെല്ലാം ശരിക്കും എന്നാലും കാരണം അതൊക്കെ ഒരു നല്ല റിലേഷൻ നമുക്ക് ഉണ്ടാക്കാം. നമ്മളൊരു ഇപ്പം അറബി ആയിരുന്നാലും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു നല്ല റിലേഷൻ, ഒരു സത്യസന്ധമായ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സാർ? അത് സത്യസന്ധമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്മളെ പ്രവൃത്തിയാണ് നമ്മളെ അതിനേക്ക് ഒരു ബഹുമാനം കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. ഇത്രയും നാളത്തെ ജീവിതം, പ്രവാസ ജീവിതം, 41 വർഷക്കാലം ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ സാറിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും സംതൃപ്തി എന്ന് പറയാം. ഒറ്റ പറഞ്ഞാൽ വളരെയധികം സംതൃപ്തിയുണ്ട്. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് സാറ് സ്വപ്നം കണ്ടിരുന്നു? സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ഇല്ല, ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം നിമിത്തം പോലെ വന്നു ചേർന്നു. അതിന് നന്ദി ആരോടാണ്? ഈശ്വരനോട്. എത്രത്തോളമാണ് ഈശ്വര വിശ്വാസം? ഈശ്വരവിശ്വാസം അങ്ങേയറ്റമുണ്ട്. ഈശ്വരനിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ശരിക്കും സാറിന്റെ കുടുംബത്തെ കുറിച്ച്? ഭാര്യയുണ്ട് ഇവിടെ, കോട്ടയത്ത്. അവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? കോട്ടയം. അവിടെ. അതെ. കുട്ടികൾ 3 കുട്ടികൾ, 2 ആൺമക്കൾ, 1 പെൺകുട്ടി. മൂത്ത മകന് അരുണ് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ എന്ന എൻജിനീയറിങ് മാനേജ്മെൻറ്റിൽ MS എടുത്തു. നമ്മുടെ ഇവിടെ ബിസിനസ്സിലുണ്ട്. അരുണിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഒരു മോന് അദ്വൈത്, മോള് അതിഥി. 2 കൊച്ചുകുട്ടികളുണ്ട്. അവരെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. പേരക്കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ മോള് ഉണ്ട്. മോള് ഡോക്ടറാണ്, ഒപ്തൽമോളജിസ്റ്റാണ്. മോളുടെ ഭർത്താവും ഡോക്ടറാണ്, ഒപ്തൽമോളജിസ്റ്റാണ്. അവർ തൃശ്ശൂരാണ്. മോക്കൊരു കുട്ടിയുണ്ട്, മോനാണ്. അവര് അവിടെയുണ്ട്. പേര് നിവേദ് ആണ്. നിവേദ് തൃശ്ശൂരുണ്ട്. പിന്നെ
ഇളയ മോന് അർജുനാണ്. അർജുനെ എഡിൻബറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് M.Tech കഴിഞ്ഞ് അവിടെ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിപ്പം നമ്മളുടെ കൂടെ ഉണ്ട്, ബിസിനസ്സിലുണ്ട്. ഇങ്ങനെ 2 ആൺമക്കളും ഒരു കൂടെ ഉണ്ട്, മോളും. ഇതാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളമാണ് സാർ ഒരു മനുഷ്യന് വേണ്ടത്? സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടോ അത്രയും വലിപ്പം ആളിലുണ്ടാവും. കാരണം പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ മുമ്പിൽ ഒരു ഒരു വിഷമം പറയുക, അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വിഷമമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സ് തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മനസ്സായിരിക്കില്ല. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് സാർ? സത്യസന്ധത ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു വിജയം ഉണ്ടാവും. സത്യസന്ധതയില്ലെങ്കിൽ വിജയം പ്രതീക്ഷിക്കാൻ പാടില്ല. വിജയം ഉണ്ടായാലും താൽക്കാലികമായിരിക്കും എന്നാണ് പറയുന്നത്. സത്യസന്ധത ഒരു പ്രധാന ഘടകമാണ്. ഇനിയുള്ള സ്വപ്നം എന്താണ് സാർ? അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. നല്ല സ്വപ്നങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ജീവിതത്തിൽ അങ്ങനെ പോകുന്നു. ഇതുപോലെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി സാർ. വളരെ സന്തോഷമുണ്ട് നിങ്ങളുമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ സംബന്ധിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു.